ഇതിന് ധാരാളമായിട്ട് വെള്ളവും വളവും നന്നായിട്ട് വേണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ സ്ഥിരമായി ഫാമേഴ്സ് ഇവിടെ കൊണ്ടേയിരിക്കണം. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചത് ഇതിന് ഭയങ്കര തണുപ്പാണെന്നുള്ളതാണ്. ശരിക്കും തണുപ്പല്ല വേണ്ടത്. തണുപ്പ് വന്നു കഴിഞ്ഞാൽ പഴം കുറയുകയും ഈ കാണുന്ന ഇതൊക്കെ നശിക്കുകയും ചെയ്യുന്ന ഒരു അസുഖം ഇതിന് വരുമെന്നാണ് കർഷകർ പറയുന്നത്. അപ്പം ഇതിന് വേണ്ടത് സാധാരണ നോർമൽ ക്ലൈമറ്റ്, അധികം ചൂടും പാടില്ല, നല്ല തണുപ്പും പാടില്ല, നോർമൽ ക്ലൈമറ്റ് വേണം ഇത് നന്നായിട്ട് ഉണ്ടാവാൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് പീക്ക് സീസണിൽ നിൽക്കുന്ന സമയമാണ്. ഓരോ വള്ളിയിലും ഇഷ്ടം പോലെ പഴങ്ങളുണ്ട്. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് പഴുത്ത പഴങ്ങൾ എന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഏകദേശം സ്ഥലത്തൊക്കെ വിളവെടുപ്പുകൾ വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര വിളകൾ കിട്ടുമെന്നൊക്കെ ഇതിൻ്റെ ഓണേഴ്സ് ഇവിടെ ഉണ്ട്. അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പഴുത്ത് നല്ല പാകമായി നിൽക്കുന്ന മുന്തിരി വളരെ മനോഹരമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് കാണുന്ന പോലെ ഒന്നുമില്ല. ഇത് ഭയങ്കര വ്യത്യസ്തമായ ആംബിയൻസ് ആണ്. നമുക്ക് ചോദിക്കാം. അങ്ങനെ നമുക്ക് നമ്മളെ മുതലാളി ഒരു പഴം പറിച്ച് തന്നിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എനിക്ക് നല്ല ടേസ്റ്റാടാ.